നേരത്തെ ഇവള് വന്നിന് കേട്ടോ ഇങ്ങോട്ട് ഫോൺ എടുത്തിട്ട് നോക്കുമ്പോൾ ഇതില്ലേ ഇതാ കഴിഞ്ഞ ആഴ്ച പുലി ഇറങ്ങിയ സ്ഥലമാണ് കേട്ടാ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന അത്ര വലിയ സേഫ് അല്ല. അപ്പോൾ പുലി എവിടെ പോയിട്ടൊന്നുമില്ല, ഇവിടെ പരിസരത്ത് എവിടെ ഉണ്ട്. അപ്പോൾ പകലൊന്നും ആളങ്ങനെ ഇറങ്ങൽ കുറവാണ്. ഞാൻ നേരത്തെ ഇല്ലേ ഏട്ടനാട് മുളക് വരയ്ക്കും വെറുതെ നിൽക്കണ്ടല്ലോ ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അപ്പോൾ ഒരാൾ കുടിച്ച് കയറി പോകുന്നുണ്ട്. അന്നേരം പറഞ്ഞ് ആദ്യം ഇങ്ങോട്ടൊന്നും വരണ്ട കേട്ടാ, ഇപ്പൊ പുലിയല്ലോ. പുലി മാത്രല്ല, അതിന്റെ 2 ആഴ്ച മുമ്പ് ആന ഇറങ്ങി കേട്ടാ. ആന ഇതേ സ്ഥലത്താണ് പറയട്ടെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പുലി ഇതിലല്ലേ പോയത്, എവിടെയാണെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവും, അധികം നിൽക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പിന്നെ പേടിയാ, ഞാൻ പിന്നെ തിരിച്ചു പോയി. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പറമ്പത്ത് മുളക് പറിക്കാൻ വേണ്ടി വന്നേട്ടാ. ഏട്ടനതാ ബേക്കിൽ മുളക് പറിക്കുന്നുണ്ട്. അപ്പൊ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മളെ പുഴക്കരയിൽ തന്നെയാട്ടാ നമ്മളെ പറമ്പുള്ളത്. അപ്പൊ ഞാൻ പുഴയെല്ലാം ഒന്ന് കാണിച്ചിട്ട് തരാം. ഞാൻ ഒന്ന് പോയിട്ട് വരേ. പറമ്പിന്റെ ഇപ്പുറത്ത് തന്നെ പുഴയാ. പറമ്പ് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ കാണാൻ പറ്റില്ല, നമുക്ക് ഇറങ്ങാട്ടാ. ഇതിലിങ്ങനെ ഇറങ്ങാൻ വഴിയുണ്ട്. ഇങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ വരത്തില്ല കേട്ടോ, നമുക്ക് വീട്ടിന്റെ അടുത്ത് തന്നെ പുഴക്കുവാൻ വേറെ വഴിയുണ്ട്. അപ്പൊ നമ്മൾ അതിലൂട്ടേ പോക്ക്. ഇതിലെ വൈകുന്നേരമായാല് ഒരുപാട് ആൾക്കാർ ഇതിലെ വരുത്തുണ്ട്. ഇതെങ്ങനെ ഇറങ്ങി ഇറങ്ങി ഞാൻ ആദ്യമായിട്ടാട്ടാ ഇതിലെ വരുന്നത്. നമുക്ക് പിന്നെ അതിലെ പോകാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അമ്മേ, അപ്പൊ ഇങ്ങനെ ഇറങ്ങി ഇരുന്ന് എന്താ ഇതിലെല്ലാം വഴി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതാ ഇങ്ങനെ വരുവാ വേണ്ടേതാ, പറമ്പിന്ന് ഇങ്ങനെ ഇറങ്ങിയാ ഇതാ പുഴയായിട്ടാ. നല്ല വെള്ളമുണ്ട്. ഇപ്പൊ ഷട്ടർ താത്തിയിട്ടോണ്ട് നല്ല വെള്ളാണ്. ഇങ്ങോട്ടല്ല അലക്കാനെല്ലാം വരുന്നുണ്ട്. അതാ അവിടെ ഒരു ചേട്ടൻ അലക്കുന്നുണ്ട്. ഷട്ടർ താത്തിയോണ്ട് നല്ല വെള്ളാ. ഇതിലെ അങ്ങോട്ട് പോയിട്ടാന്ന് തോന്നുന്നു അലക്കല്. അവരിങ്ങോട്ട് വരാത്തോണ്ട് അങ്ങനെ അറിയില്ല. അവിടെ അതാ കാണുന്നുണ്ടാ, ഇതാ വേണ്ട അവിടെ അലക്കല്. അവിടുന്നാന്ന് തോന്നുന്നു എല്ലാരും അലക്കല്. അപ്പൊ നമ്മള് തിരിച്ചു വരുമ്പോഴത്തേക്കും താഴേന്ന് കുറച്ച് മുകളിൽ എത്തിയേട്ടാ. ഏകദേശം കഴിയാനായാ? അങ്ങ് മുകളിലേക്ക് ആവൂലെന്ന് തോന്നല്ലേ, ഏണിക്ക് നീളം കുറവാ. ഇപ്പൊ മറ്റേ മുളേന്റെ ഏണി കിട്ടൂല ഇടാ, മറ്റേ മുളയില്ലേ എന്നാ മുള, അതാകുമ്പോ നല്ല നീളം ഉണ്ടാവൂലേ. ഇങ്ങോട്ട് ആ ഏണി അങ്ങനെ ഇല്ലാന്ന് തോന്നല്ലേ, നമ്മളെ അങ്ങനെ വലിയ ഏണി ഉണ്ടാവും. അപ്പൊ മുളക് ഏകദേശം പറിച്ചു കഴിഞ്ഞിട്ടാ. മുളകെല്ലാം ഫിനിഷായി പറിച്ചു. മുളക് പറിക്കാനൊന്നുമില്ല, ആകെ മുളക് വെച്ചാൽ ഒരുപാട് വള്ളിയുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എല്ലാം ഇങ്ങനെ അല്ലേ കുറവാ. അപ്പൊ ഇത്ര നേരം പറിച്ചിട്ട് കിട്ടിയ മുളകാണ്. അപ്പൊ ഏകദേശം ഉച്ചയായി കേട്ടാ. ഒരുപാട് വള്ളിയില് കേറിയിട്ടാണ് ഇത്ര കുറച്ച് മുളക് കിട്ടിയത്. കഴിഞ്ഞില്ലേ? ഞാൻ ഈ തുണി കെട്ടുന്നതും കൂടി കാണിച്ചു തരാം കേട്ടാ. മുളക് പറിക്കുന്നേ അത് നമ്മള് സാധാരണ ലുങ്കിയാണ് എടുത്തിന് കേട്ടാ. നമ്മളെ വീട്ടിലെല്ലാം കേൾക്കുന്നതിൽ കയ്യില് അത് നമ്മള് വെറുതെ ജസ്റ്റ് എല്ലാവർക്കും അറിയാം, വെറുതെ ഒന്ന് കാണിച്ചു തരുന്നേ കേട്ടാ. അഥവാ ഒരാളെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ആദ്യം നമ്മളിത് അരക്കൊരു കെട്ട് കെട്ടു കേട്ടാ. ഒന്ന് ഓക്കെ. ഇനി നമ്മളിങ്ങനെ എടുത്തിട്ട് ഇത് പണ്ട് ഇത് അച്ഛനെല്ലാം കെട്ടുന്ന കണ്ടിട്ട് പഠിച്ച കേട്ടാ. നമ്മളെങ്ങും അങ്ങനെ തന്നെ കേട്ടല്. ഇനി ഇതിനകത്ത് ഇതെടുക്കും ഒരുപോലെ. എന്നിട്ട് ഇതും ഇങ്ങനെ വെട്ടും. സെറ്റായി കേട്ടോ. ഇനി അടുത്ത ഇതും എടുത്തിട്ട് ഈ പാലെടുക്കും. ചിലപ്പോ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോ കിട്ടുന്നുണ്ടാവും അല്ലേ. ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ. അല്ല പണ്ട് നമുക്ക് നമുക്ക് താങ്ങാനാകുന്ന മുളക്, അതായത് എത്ര കിലോ എന്നല്ലേ, നമുക്ക് താങ്ങാനാകുന്ന മുളക് നമുക്ക് ഇതിനകത്ത് പറിച്ചെടുക്കാം. 2 കൈയോട്ട് ഇങ്ങനെ. ഇതിന്റെ വെയിറ്റ് നമ്മളെ നടുവിനല്ലേ വരുവാ. ഓക്കെ. അപ്പൊ നമ്മള് ഇതിനപ്പുറം പുഴയുണ്ട് കേട്ടാ. പുഴയിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളെ പുഴയും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടാ. വാ, അത് ഇതെല്ലാം അയച്ചു നോക്കട്ടെ. ബാക്കിൽ തന്നെയാണ് കേട്ടാ പുഴ. ഇതായി കാണുന്നതാണ് പുഴ. ഇവിടെ ഒരു വട്ടത്തോണിയുണ്ട്. നമ്മള് ഇടയ്ക്ക് ഹണ്ടിങ്ങെല്ലാം നടത്തുന്ന കേട്ടാ. നമ്മള് വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു വീഡിയോ ചെയ്യാം ഫിഷ് ഹണ്ടിങ്ങിന്റെ. ഇതിന് മഴക്കാലത്ത് എടുത്ത് കൊണ്ടുപോകും. ഈ മഴക്കാലത്ത് മാത്രമല്ല, നമ്മൾ ഷട്ടർ കെട്ടുന്നില്ലേ വെള്ളത്തിൽ, പുഴ ഷട്ടർ കെട്ടുന്ന സമയത്ത് മാത്രം ഇത് ഇറക്കൂ. ശരിക്കും നമ്മളെ ഇവൻ്റെ ആണെന്ന് തോന്നുന്നു, അപ്പോൾ ഇത് നമ്മൾ നേരെ ഇലോ കൊണ്ടുപോയിട്ടാണ് വെള്ളത്തിൽ ഇറക്കുക.
അപ്പോൾ വാ നമുക്ക് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാം. പുഴ എന്ന് പറഞ്ഞാൽ പഴശ്ശി ഇറിഗേഷൻ പദ്ധതി പ്രദേശമായതല്ലോ. നല്ല സംഭരണിയിൽ നിറഞ്ഞ് കവിഞ്ഞിക്കല. ഇതിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് വറ്റും ചൂട് കൊണ്ട്. പിന്നെ വീട്ടിലെല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. വെള്ളത്തിൽ നടുക്കെല്ലാം കല്ലെല്ലാം പൊന്തിയിട്ട് കാണാം. നേരത്തെ ഇവള് വന്നിന് കേട്ടോ ഇങ്ങോട്ട് ഫോൺ എടുത്തിട്ട്. നോക്കുമ്പോൾ ഇതില്ലേ, ഇതാ കഴിഞ്ഞ ആഴ്ച പുലി ഇറങ്ങിയ സ്ഥലമാണ് കേട്ടാ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന അത്ര വലിയ സേഫ് അല്ല. അപ്പോൾ പുലി എവിടെ പോയിട്ടൊന്നുമില്ല, ഇവിടെ പരിസരത്ത് എവിടെയും ഉണ്ട്. അപ്പോൾ പകലൊന്നും ആളങ്ങനെ ഇറങ്ങൽ കുറവാണ്. ഞാൻ നേരത്തെ ഇല്ലേ ഏട്ടനാട് മുളക് വരയ്ക്കുമ്പോൾ വെറുതെ നിൽക്കണ്ടല്ലോ, ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അപ്പോൾ ഒരാൾ കുളിച്ച് കയറി പോകുന്നുണ്ട്. അന്നേരം പറഞ്ഞ് അധികം ഇങ്ങോട്ടൊന്നും വരണ്ട കേട്ടാ, ഇപ്പൊ പുലിയല്ലോ. പുലി മാത്രല്ല, അതിന്റെ 2 ആഴ്ച മുമ്പ് ഒരു ആന ഇറങ്ങി കേട്ടാ. ആന ഇതേ സ്ഥലത്താണ്. പറയട്ടോ. അപ്പൊ പുപ്പു കഴിഞ്ഞ ആഴ്ച പുലി ഇതിലല്ലേ പോയത്, എവിടെയാന്നൊന്നും അറിയില്ല, ചിലപ്പോ എവിടെയെങ്കിലും ഉണ്ടാവും, അധികം നിൽക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പിന്നെ പേടിയാ, ഞാൻ തിരിച്ചു പോയി. അങ്ങനെ നമ്മൾ പുഴയിലെത്തി കേട്ടാ. ഇതാണ് വിശാലമായ പുഴ. വൈകുന്നേരം ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഫുള്ള് അലക്കാൻ നിറച്ചും ആൾക്കാരുണ്ടാവും. എന്താ ഇതെല്ലാം ആൾക്കാർ നിരന്ന് അലക്കുന്ന സ്ഥലമാണ്. ഒരു കല്ല് അതാടെ കല്ല് 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 ഓളം കല്ലാണ്. ഫുള്ളാളായിരിക്കും. വൈകുന്നേരം എല്ലാം കണ്ട മീൻ പിടിക്കാൻ വേണ്ടി കേന കൊണ്ടച്ചാണ്. അത് മാത്രമല്ല കേട്ടോ, 2 ആഴ്ച മുമ്പ് ആന ഇറങ്ങിയിന്. ആന വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു 5-6 കിലോമീറ്റർ പോയാൽ 6 ഫാമായി. അപ്പോൾ അവിടെ നിന്നെല്ലാം ആന ഇറങ്ങിയിട്ട് നേരെ വെള്ളത്തിലിറങ്ങി നേരെ ഇതിലേക്ക് വരുക. ഇതിലേ കയറി അങ്ങനെ കയറിപ്പിതാ നമ്മളെ ആ തോട്ടത്തിൽ വന്നിന് കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ ആന. അപ്പോൾ ഈ കശുമാവെല്ലാം പൂത്ത സമയത്താണ് ആനകൾ വരിക. അപ്പോൾ വണ്ടി വാങ്ങിയാൽ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടാ. നമ്മളെ വീടിന്റെ അങ്ങനെ തന്നെ അവിടെ ഇറങ്ങുക ചെയ്യുക. ഇതേപോലെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാനുള്ള കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക ചെയ്യുക. അവിടെയും വൈകുന്നേരം ആകുമ്പോൾ തൊഴിലുറപ്പിലെ കുറേ ചേച്ചിമാരും പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. ഒരുപാട് ആൾക്കാർ വൈകുന്നേരം 5 മണി ആയി കഴിഞ്ഞാൽ അലക്കാൻ വരും. പിന്നെ ഈ മാർച്ച് ഏപ്രിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ലീവല്ലേ, അപ്പോൾ ഫുൾ പുഴയിൽ നീന്തൽ പഠിക്കാനും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പം വെയിലായോണ്ടാന്ന് ഇല്ലാത്തത്. ഈ പുഴക്ക് പേരുണ്ടാ? പേര് ഇത് നേരെ ഫാമിലേക്കല്ലേ പോകുന്നല്ലേ? ഈ പുഴ എവിടെയാ പോയി എത്തുക? ഈ പുഴ വളവട്ടണ. ശരി. അപ്പോൾ ഏകദേശം സമയം ഉച്ചയായി. നമ്മൾ രാവിലെ വന്നതാണ്. അപ്പോൾ നമുക്കിനി പോവാല്ലേ? അപ്പോൾ